4 പച്ചമുളക്, ചുമന്നുള്ളി, പച്ചക്കായ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നമ്മൾ കുറച്ച് ചെമ്മീൻ, ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ചെമ്മീനും പച്ചക്കായും കൂടി ഒന്ന് അരച്ചു കൂട്ടാം. നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി പുളി ഇടാം കേട്ടോ. ഞാൻ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ കുടംപുളി ഇടാതിരുന്നത് കായ വേകാതെ വരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുടംപുളി ഇട്ടിട്ടുണ്ട്. കായ വെന്തിട്ടുണ്ട് നന്നായിട്ട്. അവിടെ പച്ചക്കായ വെന്തിട്ടുണ്ട്. അപ്പോൾ കുടംപുളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും പുളിയും കൂടി ഒന്ന് ചെമ്മീനിലും നമ്മുടെ പച്ചക്കായയിലും ഒന്ന് പിടിക്കട്ടെ കേട്ടോ. എന്നിട്ട് അരപ്പ് കൂട്ടും. ഇപ്പോൾ പുളിയും ഉപ്പൊക്കെ കറി ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ തേങ്ങ അരച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇതിനകത്ത് തേങ്ങയും കുറച്ച് പെരുംജീരകവും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടിയിട്ട് അരച്ചതാണ്. നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ കറി പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചെമ്മീൻ കറി എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റിൽ എന്ന് പറയണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.